ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇപ്പോൾ ആക്ച്വലി കുറച്ചും കൂടി ഫ്രീ 10 കൺട്രീസും കൂടി ഇപ്പോൾ വിസ ഫ്രീ എൻട്രി ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊരു ട്രിപ്പും സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ന്യൂസ് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ ശ്രീലങ്കയും അതുപോലെ തന്നെ തായ്ലൻഡും അവരുടെ വിസ ഫ്രീ ഒരു ഓഫർ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തായ്ലൻഡ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തായ്ലൻഡ് നമുക്കിപ്പോൾ എവിടം വരെ തായ്ലൻഡ് എക്സ്റ്റൻഷൻ ഈസ് എഫക്റ്റീവ് അൺടിൽ നവംബർ 11 വരെയാണ് 2024. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ആണെങ്കിൽ മെയ് 31 വരെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. അതായത് നമുക്ക് വിസ എടുക്കാൻ എക്സ്ട്രാ കാശൊന്നും ചിലവില്ല. ഇപ്പോൾ തായ്ലൻഡ് കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരാൾക്ക് 2500 ബാത്തൊക്കെ കൊടുക്കണമായിരുന്നു പണ്ട്. ഇപ്പോൾ അത് വേണ്ട, ഫ്രീ ആണ്. നല്ലൊരു കാര്യമല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 62 കൺട്രീസാണ് ഇപ്പോൾ വിസ ഫ്രീ SS ആയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്റ്റേജ് കിടക്കുന്നത്, അതായത് റാങ്കിങ് കിടക്കുന്നത് 80ാമത്തെയാണ് കേട്ടോ. അപ്പോൾ കുറേ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇപ്പോൾ പുതിയ ആഡ് അയക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളെന്ന് പറയാം. ഭൂട്ടാനാണ് വന്നേക്കുന്നത് ആദ്യത്തത്. അത് 14 ഡേയ്സ് വന്നേക്കുന്നത് വിസ ഫ്രീ. പിന്നെ നേപ്പാൾ വന്നിട്ടുണ്ട്, മൗറീഷ്യസ് വന്നിട്ടുണ്ട് 90 ഡേയ്സ്, കെനിയ 90 ഡേയ്സ് വന്നിട്ടുണ്ട്, മലേഷ്യ വന്നിട്ടുണ്ട്, മലേഷ്യ 30 ഡേയ്സ് വന്നിട്ടുണ്ട്, തായ്ലൻഡ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ്റ്റൻഷൻ വന്നേക്കുന്നത്, ഡൊമിനീഷ്യ എന്ന് പറഞ്ഞാൽ 6 മന്ത് വന്നിട്ടുണ്ട്. അത് ഒരു സംഭവം ഇപ്പോൾ കരീബിയൻ ഐലൻഡാണ് കേട്ടോ, നാച്ചുറസ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. ഖത്തർ 30 ഡേയ്സ് വന്നിട്ടുണ്ട്, ശ്രീലങ്ക എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് May 31 വരെ. പിന്നെ സെയ്ച്ചെലിസ് ആണ്, അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് തന്നെയാണെന്ന് അറിയില്ല. SCYCHEL നമ്മുടെ സുജിത് ഭക്തൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. അതും വന്നിട്ടുണ്ട് 30 ഡേയ്സ്. അപ്പോൾ നല്ലൊരു ന്യൂസ് തന്നെയാണ്. നിങ്ങൾ എന്താ പറയുക, ഒരു ട്രിപ്പ് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ, അതും ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ വിസയ്ക്ക് വരുന്ന കാശ് കുറയ്ക്കാട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡ് കൊള്ളാം, മലേഷ്യ കൊള്ളാം, സെയ്ച്ചെലിസും കൊള്ളാം, കുറച്ച് ദൂരം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ശ്രീലങ്ക സംഭവം ഒന്നും മോശം എന്നല്ലെന്ന് പറയുന്നത്. പിന്നെ ഖത്തർ കൊള്ളാം, പിന്നെ കെനിയ എന്നൊക്കെ എനിക്ക് വലിയ പിടുത്തില്ല, മൗറീഷ്യസും വലിയ കുഴപ്പമില്ല, നേപ്പാൾ ഒക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തുള്ളൂ. നിങ്ങൾക്ക് അത് പൊട്ടയെന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് മാത്രം പറഞ്ഞാൽ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ന്യൂസ് നമുക്ക് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് നമ്മളിപ്പോൾ ട്രിപ്പ് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുകാലൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ തായ്ലൻഡ് ആരും പറയേണ്ട, അവിടുത്തെ ചൂടാണ്, ഇവിടുത്തെ ഇടം ചൂടാണ്, വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ പുതിയ ചാനൽസ് അല്ലെങ്കിൽ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം, ബൈ.